trigonometrical equations. Trigonometrical equation means trigonometrical function ആയ sin x ഓ cos x ഓ tan x ഓ അതോ അവരുടെ റെസിപ്രോക്കൽസ് ആയ സീക്കോ കൊസീക്കോ കോട്ടോ വരുന്ന ഇക്വേഷനുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ട്രിഗണോമെട്രിക്കൽ ഇക്വേഷൻസ്. ഉദാഹരണത്തിന് 2 sin x പ്ലസ് 4 cos x ഈക്വൽസ് 1 എന്ന് പറയുന്നത് ഒരു ട്രിഗണോമെട്രിക്കൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ട്രിഗണോമെട്രിക്കൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂസ് എല്ലാം സൊല്യൂഷൻസ് ആയിരിക്കും. ഉദാഹരണത്തിന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിഗണോമെട്രിക്കൽ ഇക്വേഷൻ എടുക്കാം. sin x ഈക്വൽസ് ടു 1/2. അപ്പോൾ sin x ഈക്വൽസ് ടു 1/2. ഇപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? ഇതിന്റെ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണോ sin x 1/2 വരുന്നത് അതാണ് ഇതിന്റെ സൊല്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ നമുക്കറിയാം sin 30 1/2 ആണ്. അപ്പം sin 30 ദാറ്റ് ഈസ് 5/6 ആണ് കൊടുക്കുന്നതെങ്കിൽ ആൻസർ വിൽ ബി 1/2. അതേസമയം sin 5π/6 നോക്കിയാൽ അതിന്റെ വാല്യൂ 1/2 തന്നെയാണ്. അപ്പോൾ 5π/6 ഇതിന്റെ സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ π/6 ഒരു സൊല്യൂഷൻ ആണ്, 5π/6 ഒരു സൊല്യൂഷൻ ആണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻസ് എല്ലാം പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്. sin എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് ഈക്വൽ ടു sin 2π പ്ലസ് എക്സിന് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ വൺസ് എക്സ് ഒരു സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ 2π പ്ലസ് എക്സ് അത് വീണ്ടും സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ π/6 ഒരു സൊല്യൂഷൻ ആണല്ലോ. അപ്പൊ 2π പ്ലസ് π/6 വീണ്ടും ഒരു സൊല്യൂഷൻ ആയിരിക്കും. 5π/6 പ്ലസ് 2π ചെയ്താൽ അതും ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഇനി 2π മാത്രമല്ല 4πയോ 6πയോ എത്ര ആഡ് ചെയ്താലും നമുക്ക് അതെല്ലാം സൊല്യൂഷൻസ് ആയിരിക്കും. അതിനർത്ഥം ഈ ട്രിഗണോമെട്രിക്കൽ സൊല്യൂഷനുകൾക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനുകൾ കാണും. ഓക്കെ, അപ്പോൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവരെയും കൂടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു ജനറൽ ഫോം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ജനറൽ ഫോം ഒരു സൊല്യൂഷന് ഞാനൊരു ജനറൽ ഫോം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ജനറൽ ഫോമിന് നമ്മൾ പറയുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. ജനറൽ സൊല്യൂഷൻ. അപ്പോൾ എല്ലാ ട്രിഗണോമെട്രിക്കൽ ഇക്വേഷനുകൾക്കും ജനറൽ സൊല്യൂഷൻ കാണും. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്നിലുള്ള എന്തെങ്കിലും സൊല്യൂഷൻ ആയിരിക്കും. എന്നിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ സൊല്യൂഷനുകളും ഇങ്ങനെ മാറി മാറി കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സൊല്യൂഷനുകളുടെ എല്ലാവരുടെയും ജനറൽ ഫോമാണ് ജനറൽ സൊല്യൂഷൻ. അതേസമയം ഞാൻ 0 2π എന്ന് പറയുന്ന റീജിയണിനകത്ത് 0 2π എന്ന് പറയുന്ന റീജിയണിനകത്ത് ഏതെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 2π റീജിയണിൽ വരുന്ന സൊല്യൂഷനുകളെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് ജനറൽ സൊല്യൂഷനുകളെ പരിചയപ്പെടാം. ആദ്യത്തെ ഇക്വേഷൻ sin x ഈക്വൽസ് sin y ഈ ഫോമിൽ വന്നു കഴിഞ്ഞാൽ sin x ഈക്വൽസ് sin y വന്നു കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ ഇസ് ഗിവൺ ബൈ x is equal to nπ പ്ലസ് -1/n into y. ഇതായിരിക്കും ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ നേരത്തെ ഇക്വേഷൻ തന്നെ എടുക്കാം. sin x ഈക്വൽ ടു 1/2. അപ്പോൾ ഇതിനെ കൂടെ സൈൻ്റെ ടേംസിൽ എഴുതുക. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. sin x ഈക്വൽ ടു 1/2 എന്ന് പറയുന്നത് എത്രയാണ്? sin 30 ദാറ്റ് ഈസ് sin π/6. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാം. എന്താണ് ജനറൽ സൊല്യൂഷൻ? sin x ഈക്വൽ ടു sin y ഫോമാറ്റിൽ വന്നു കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ ഇസ് ഗിവൺ ബൈ x is equal to nπ പ്ലസ് -1/n into y. അപ്പോൾ ഇവിടെ x is equal to nπ പ്ലസ് -1/n into y. y ആരാണ് ഇവിടെ? y എന്ന് പറയുന്നത് π/6. അപ്പോൾ ഇൻറ്റു π/6. ഇതാണ് ആ സൊല്യൂഷനുകളുടെ ജനറൽ ഫോം. ഇനി നിങ്ങൾ എന്നിന് 0 ഇട്ട് കൊടുത്ത് നോക്കിയേ. എന്നിന് ഇപ്പോൾ ഓരോ n ഇൻറ്റീജർ ആണ്. അപ്പോൾ n ബിലോങ്സ് ടു ആണ്. അപ്പോൾ എന്നിന് ഓരോ വാല്യൂ ഇടുമ്പോൾ നിങ്ങൾക്ക് ഓരോ സൊല്യൂഷനെ കിട്ടും. n 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇത് 0 ആയി പോവും. അപ്പോൾ x is equal to ഇത് 0 ആയി പോവും. -1/0 1 ആണ്. അപ്പോൾ ഇത് π/6 എന്നാകും. ശരിയല്ലേ? അപ്പോൾ π/6 എന്ന് പറയുന്ന ഒരു സൊല്യൂഷനെ കിട്ടും. ഇനി n നിങ്ങൾ 1 ഇട്ട് കൊടുത്താൽ എന്ത് വരും? 1 ഇട്ട് കൊടുക്കുമ്പോൾ x is equal to 1π -1 ആകും. ശരിയല്ലേ? -1/1 എന്ന് പറയുന്നത് -1 ആണ്. സോ -π/6 എന്ന് വരും. സോ π - π/6 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5π/6 എന്ന് വരും. ഇനി നിങ്ങൾ എന്നിന് 2 ഇട്ട് കൊടുത്ത് നോക്കി. എന്നിന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ x is equal to 2π പ്ലസ് -1² 1 ആകും. അപ്പോൾ π/6 എന്നാകും. അപ്പോൾ 2π പ്ലസ് π/6 ആകുമ്പോൾ 2πയേക്കാളും വലുതായില്ലേ? അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ശരിയല്ലേ? 0 2π റീജിയണിൽ വരുന്നവരെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരേ ഉള്ളൂ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആയിട്ട്. ബാക്കി എല്ലാവരും ഇനിയിപ്പോൾ 2πയേക്കാൾ വലുതായിരിക്കും. അപ്പം
പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണ് ഈ ഇക്വേഷന്റെ ചോദിക്കുന്നതെങ്കിൽ പൈ ബൈ 6 5 പൈ ബൈ 6 ആയിരിക്കും പ്രിൻസിപ്പൽ സൊല്യൂഷൻ. അതേസമയം ജനറൽ സൊല്യൂഷൻ ആണ് ചോദിക്കുന്നത് എങ്കിൽ x is equal to n pi plus minus 1 raised to n into pi by 6 ഇതായിരിക്കും അതിന്റെ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, ഇതുപോലെ മറ്റു രണ്ട് ഇക്വേഷനുകൾ കൂടെ ഉണ്ട്. രണ്ടാമത്തത് കോസ് എക്സ് ഈക്വൽസ് കോസ് വൈ എന്നാണ് വരുന്നതെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്താണ്? കോസ് എക്സ് ഈക്വൽസ് കോസ് വൈ ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 2n pi പ്ലസ് ഓർ മൈനസ് വൈ. എക്സ് ഇസ് ഈക്വൽ ടു 2n pi പ്ലസ് ഓർ മൈനസ് വൈ. ഇതാണ് കോസ് എക്സ് ഈക്വൽസ് ടു കോസ് വൈയുടെ ജനറൽ സൊല്യൂഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ tan x ഈക്വൽസ് tan y. tan x ഈക്വൽസ് tan y ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു n pi പ്ലസ് വൈ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള ഇക്വേഷനുകളെല്ലാം സോൾവ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ കോസ് എക്സ് ഈക്വൽസ് 1/2. ഓക്കെ, നമുക്ക് നോക്കാം. കോസ് എക്സ് ഇസ് ഈക്വൽ ടു 1/2. ഓൾറെഡി അറിയാം നമുക്ക് കോസ് എപ്പോഴാണ് 1/2 ആകുന്നതെന്ന്. കോസ് 60 ഡിഗ്രി ആണ് 1/2 ആകുന്നത്. സോ കോസ് പൈ ബൈ 3 ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ ഈ 1/2ന് പകരം കോസ് പൈ ബൈ 3 എന്ന് എഴുതുക. അപ്പോൾ കോസ് എക്സ് ഈക്വൽസ് കോസ് പൈ ബൈ 3. അപ്പം ഇതിപ്പോൾ ഏത് ഫോമിലോട്ട് മാറി? കോസ് എക്സ് ഈക്വൽസ് കോസ് വൈ ഫോമിലോട്ട് മാറി. കോസ് എക്സ് ഈക്വൽസ് കോസ് വൈ ആണെങ്കിൽ എന്താണ് ജനറൽ ഫോം? എക്സ് ഇസ് ഈക്വൽ ടു 2n pi പ്ലസ് ഓർ മൈനസ് വൈ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ജനറൽ സൊല്യൂഷൻ? എക്സ് ഇസ് ഈക്വൽ ടു 2n pi പ്ലസ് ഓർ മൈനസ് വൈക്ക് പകരം പൈ ബൈ 3 ആണ്. സോ പൈ ബൈ 3. സോ ദാറ്റ് ഈസ്, ഇത് വേണമെങ്കിൽ നമുക്ക് പൈ പുറത്തെടുക്കാം. അപ്പോൾ 2n പ്ലസ് ഓർ മൈനസ് 1/3 എന്ന് വരും ഇൻറ്റു പൈ. വേണമെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6n പ്ലസ് ഓർ മൈനസ് 1 ദ ഹോൾ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 3. സോ ദാറ്റ് ഈസ് 6n പ്ലസ് 1 പൈ ബൈ 3. ഇതായിരിക്കും ആ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ. അടുത്ത പ്രോബ്ലം സൈൻ 2x മൈനസ് സൈൻ 4x പ്ലസ് സൈൻ 6x ഈക്വൽ ടു 0. അപ്പോൾ ആദ്യമേ ഞാൻ ഇതിനകത്ത് സൈൻ 2xനെയും സൈൻ 4xനെയും ആയിട്ട് പെയർ ചെയ്യാം. അപ്പോൾ എന്ത് വരും? സൈൻ 2x പ്ലസ് സൈൻ 6x മൈനസ് സൈൻ 4x. ഇവ രണ്ടുപേരെയും ഒരുമിച്ച് പെയർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഡി ഫോമിൽ അപ്ലൈ ചെയ്തിട്ട് ഞാനിത് സി ഡി ഫോമിൽ അതിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സി പ്ലസ് ഡി ബൈ 2 സി മൈനസ് ഡി ബൈ 2 വരും. അപ്പോൾ ഞാൻ സി പ്ലസ് ഡി ബൈ 2 വരുമ്പോഴത്തേക്കും എനിക്ക് 4x ആയിരിക്കും വരുന്നത്. 2x പ്ലസ് 6x ബൈ 2 4x. അപ്പോൾ എനിക്ക് സൈൻ 4x കോമൺ എടുത്ത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇവർ രണ്ടുപേരെയും പെയർ ചെയ്യാൻ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവർ രണ്ടുപേരെയും അപ്ലൈ ചെയ്യാം. സൈൻ സി പ്ലസ് സൈൻ ഡി. എന്താണ് സൈൻ സി പ്ലസ് സൈൻ ഡി? 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ദാറ്റ് ഈസ് 2x പ്ലസ് 6x ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 ദാറ്റ് ഈസ് 2x മൈനസ് 6x ബൈ 2 മൈനസ് സൈൻ 4x. ഓക്കെ, ഇനി നോക്കാം. 2 ഇൻറ്റു സൈൻ, ഇത് സിംപ്ലിഫൈ ചെയ്തേ. 2x പ്ലസ് 6x ആകുമ്പോൾ 8x ബൈ 2 ആകുമ്പോൾ 4x. കോസ് ഇവിടെ 2x മൈനസ് 6x ആകുമ്പോൾ മൈനസ് 4x ആണ്. ബൈ 2 ചെയ്യുമ്പോൾ മൈനസ് 2x ആകും. മൈനസ് സൈൻ 4x ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് സൈൻ 4x കോമൺ എടുക്കാം. സൈൻ 4x കോമൺ എടുത്തു കഴിഞ്ഞാൽ സൈൻ 4x ഇൻറ്റു 2 കോസ് ഓഫ് മൈനസ് 2x എന്ന് പറയുന്നത് കോസ് 2x തന്നെ അല്ലേ? കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്. സോ കോസ് ഓഫ് മൈനസ് 2x കോസ് 2x തന്നെ വരും. മൈനസ് സൈൻ 4xൻ്റെ അവിടെ 1 വരും ഈക്വൽ ടു 0. ഇപ്പോൾ ഇത് രണ്ടെണ്ണമായിട്ട് മാറും. ഒന്ന് സൈൻ 4x ഈക്വൽസ് ടു 0 എന്നും പിന്നെ രണ്ടാമത്തത് 2 കോസ് 2x മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് സോൾവ് ചെയ്യണം. സെപ്പറേറ്റ് സോൾവ് ചെയ്യാനായിട്ട് സൈൻ 4x ഈക്വൽ ടു 0 അതിന് ഈ സൊല്യൂഷനുകൾ പഠിച്ചു വെച്ചിരിക്കുക. സൈൻ എക്സ് ഈക്വൽസ് ടു 0 ആണ് എങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ ആണ്. സൈൻ എക്സ് 0 മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ. അതേപോലെ കോസ് എക്സ് ഈക്വൽസ് ടു 0 ആണ് എങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2n പ്ലസ് 1 പൈ ബൈ 2 ആണ്. ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈ ബൈ 2ലാണ് കോസ് 0 ആകുന്നത്. അതേസമയം ടാൻ എക്സ് ഈക്വൽസ് ടു 0ക്ക് എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ തന്നെയാണ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു 0 ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ സൊല്യൂഷനുകൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. സൈൻ 4x ഈക്വൽസ് ടു 0 ഇംപ്ലൈസ് 4x ഈക്വൽസ് ടു എൻ പൈ. എക്സിന് പകരം 4x ആണ് ഇവിടെ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ ബൈ 4 എന്ന് വരും. ഓക്കെ,
അപ്പോൾ ഒരെണ്ണത്തിന്റെ സൊല്യൂഷൻ കിട്ടി. ഇനി ഇയാളുടെ സൊല്യൂഷൻ നോക്കാം. ഇവിടെ ഇരുന്ന് cos 2x ഇസ് ഈക്വൽ ടു എന്ത് വരും? ഈ -1 അപ്പുറത്ത് പോകുമ്പോൾ 1 ആകും, ഈ ഇൻറ്റു 2 അപ്പുറത്ത് പോകുമ്പോൾ /2 ആകും. അപ്പോൾ 1/2. അപ്പോൾ കോസ് എപ്പോഴാണ് 1/2 വരുന്നതെന്ന് അറിയാം നമുക്ക്. cos 60 ആണ് 1/2. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു cos π/3 എന്ന് എഴുതാം. ഇപ്പൊ ഇത് ഏത് ഫോമില? cos x ഈക്വൽസ് cos y. എക്സിന് പകരം ഇതാണ്, വൈക്ക് പകരം ഇതുമാണ്. cos x ഈക്വൽസ് cos y യുടെ സൊല്യൂഷൻ എന്താണ്? x is equal to 2nπ plus or minus y. ഇവിടെ x അല്ല 2x ആണ്. So 2x is equal to 2nπ plus or minus yക്ക് പകരം π/3 ആണ്. സോ ഈ 2 കൂടെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും x is equal to whole divided by 2 ആകും ഇവിടെ. അപ്പോൾ 2nπ/2 ആകുമ്പോഴത്തേക്കും nπ ആകും, പ്ലസ് ഓർ മൈനസ് π/3/2 വരുമ്പോഴത്തേക്കും π/6 ആകും. സോ ഇത് രണ്ടുമാണ് ജനറൽ സൊല്യൂഷൻ. സോ ജനറൽ സൊല്യൂഷൻ ഇസ് x is equal to nπ പ്ലസ് ഓർ മൈനസ് π/6ഉം x is equal to nπ/4ഉം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 2 cos squared x plus 3 sin x equals to 0. ഓക്കെ, നമുക്കിത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ cos squared x-നെ കൂടെ സൈനിലാക്കാം. അപ്പോൾ ഇത് എൻ്റയർലി സൈനിലാകും. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു cos squared x-ന് പകരം നമുക്ക് 1 മൈനസ് sin squared x എന്ന് എഴുതാം. കാരണം sin squared x പ്ലസ് cos squared x ഓൾവേസ് 1 ആണ്. പ്ലസ് 3 sin x ഈക്വൽസ് ടു 0. ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 മൈനസ് 2 sin squared x പ്ലസ് 3 sin x ഈക്വൽസ് ടു 0. ഇപ്പം ഞാൻ sin x-ന് പകരം ഒരു y എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറും, ശരിയല്ലേ? 2 മൈനസ് 2y പ്ലസ് 2y സ്ക്വയർ പ്ലസ് 3y ഈക്വൽ ടു 0. അതായത് മൈനസ് 2y സ്ക്വയർഡ് പ്ലസ് 3y പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. ഒരു മൈനസ് കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2y സ്ക്വയർഡ് പ്ലസ് അല്ല മൈനസ് ആകും, മൈനസ് 3y മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് സോൾവ് ചെയ്യാം. ഓക്കെ, ഇവിടെ സം എത്ര വരണം? സം എന്ന് പറയുന്നത് -3 വരണം. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് രണ്ടിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -4ഉം വരണം. അപ്പോൾ ഇത് ഏതാ നമ്പേഴ്സ് നോക്കണം. പ്രോഡക്റ്റ് -4ഉം വരണം, സമ്മ് -3ഉം വരണം. അപ്പോൾ ആരൊക്കെയാണ്? -4ഉം 1ഉം എടുത്താൽ മതി, ശരിയല്ലേ? അപ്പം മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുക. 2y സ്ക്വയർഡ് മൈനസ് 3y -4y പ്ലസ് y -2 ഈക്വൽ ടു 0 എന്ന് എഴുതുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2y കോമൺ എടുക്കാം. 2y കോമൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് y -2 എന്ന് വരും, പ്ലസ് ഇവിടെയും ഒരു y -2 ആണ്, ഈക്വൽ ടു 0. ഇപ്പോൾ y -2 അങ്ങ് കോമൺ എടുക്കുക. അപ്പോൾ y -2 ഇൻറ്റു 2y പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ y ഒന്നെങ്കിൽ y -2 ഈക്വൽ ടു 0, അതായത് y ഈക്വൽ ടു 2, അല്ലെങ്കിൽ 2y പ്ലസ് 1 ഈക്വൽ ടു 0, അതായത് y ഈക്വൽ ടു -1/2 എന്ന് വരും. y ഈക്വൽ ടു 2 പോസിബിൾ അല്ല, കാരണം y ആരാണ്? y sin x ആണ്. ഈ sin x-നും cos x-നും ഒരു പ്രത്യേകതയുണ്ട്. sin x-ന്റെ വാല്യൂ -1നും 1നും ഇടയിലാണ്, cos x-ന്റെ വാല്യൂ -1നും 1നും ഇടയിലാണ്. tan x കുഴപ്പമില്ല, എല്ലാ വാല്യൂസും വരും. ഓക്കെ, അപ്പോൾ ഈ sin x-ഉം cos x-ഉം വരുന്ന സമയത്ത് ഇവരുടെ വാല്യൂ -1നും 1നും ഇടയിലുള്ളവരാ. അപ്പോൾ -1നും 1നും ഇടയിലുള്ള വാല്യൂ മാത്രമേ എടുക്കത്തുള്ളൂ. 2 -1 1ന് ഇടയിലല്ല, അതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. sin x-ന് 2 ആകാൻ പറ്റില്ല. പിന്നുള്ള ഒരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ sin x ഇസ് ഈക്വൽ ടു -1/2 വരാം. ഓക്കെ, സൈൻ്റെ കേസിൽ മൈനസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനസിന് ആദ്യമേ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ -sin x ഇസ് ഈക്വൽ ടു 1/2 എന്നാകും. സൈൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നിങ്ങൾ ഈ മൈനസ് അകത്തോട്ട് എടുക്കുക. അപ്പോൾ sin ഓഫ് -x ഇസ് ഈക്വൽ ടു 1/2. 1/2ന് വരെ നമുക്ക് എന്ത് എഴുതാം? sin π/6 എന്ന് എഴുതാം. ഇപ്പോൾ ഇത് sin x ഈക്വൽസ് ടു sin y ഫോമിലായി. sin x ഈക്വൽ ടു sin y ആണെങ്കിൽ എന്താ ജനറൽ ഫോം? x ഇസ് ഈക്വൽ ടു, ഇവിടെ x-ന് പകരം -y x ആണ്, ഈക്വൽ ടു nπ പ്ലസ് -1 റൈസ് ടു n ഇൻറ്റു y. y എന്ന് പറയുന്നത് ഇവിടെ π/6 ആണ്. ഓക്കെ, അപ്പോൾ ഈ മൈനസ് കൂടെ അപ്പുറത്ത് വരുമ്പോൾ x ഇസ് ഈക്വൽ ടു -nπ, ഇതും മൈനസ് ആകും, -1 റൈസ് ടു n ഇൻറ്റു π/6. അപ്പോൾ ഇതായിരിക്കും ജനറൽ സൊല്യൂഷൻ.